കത്തോലിക്ക സഭയുടെ അടുത്ത തലവൻ ആരായിരിക്കും? സാധ്യതാ പട്ടികയിൽ നിരവധി പേരുണ്ട്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഇറ്റാലിയൻ കർദിനാളായ പിയട്രോ പരോളിൻ. ഡെപ്യൂട്ടി പോപ്പ് എന്ന നിലയിൽ ഫലപ്രദമായി പ്രവർത്തിച്ചതിനാൽ അദ്ദേഹം തന്നെയാണ് സാധ്യതാ പട്ടികയിലെ ഒന്നാമൻ. മുൻപുണ്ടായിരുന്ന 266 പോപ്പുമാരിൽ ഏകദേശം 213 പേർ ഇറ്റലിക്കാരായിരുന്നു. 40 വർഷത്തിനിടെ ഇറ്റലിയിൽ നിന്നും ഒരു പോപ്പ് ഉണ്ടായിട്ടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പരോളിൻ പോപ്പിന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. സഭയുടെ കേന്ദ്ര ഭരണ സംവിധാനമായ റോമൻ ക്യൂറിയുടെയും തലവനാണ് സ്റ്റേറ്റ് സെക്രട്ടറി. ലൂയിസ് അന്റോണിയോ ഗോക്കിം ടാഗിൾ. വത്തിക്കാന്റെ നയതന്ത്രജ്ഞനോ സഭാ നിയമത്തിലെ ആശ്രമ വിദഗ്ധനോ ആയിരുന്നില്ല ടാഗിൾ. മറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു സജീവ സഭാ നേതാവായി പ്രവർത്തിച്ചു. ഫിലിപ്പീൻസിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ജനസംഖ്യയുടെ 80% കത്തോലിക്കരാണ്. രാജ്യത്തെ 5 കർഡിനൽസ് കോളേജിലെ അംഗങ്ങൾ ടാഗിളിനെ പിന്തുണച്ചാൽ വിജയം ഒരുപക്ഷെ ടാഗിളിനൊപ്പമായിരിക്കും. സഭ അദ്ദേഹത്തെ ഒരു മിതവാദിയായാണ് കണക്കാക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നും പോപ്പാകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ഫ്രിഡോളിൻ അംബോങ്കോ ബസുങ്കു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ള കർദിനാൾ. സ്വവർഗ വിവാഹത്തെ എതിർക്കുന്ന യാഥാസ്ഥിതികൻ. കർദിനാൾ അംബോങ്കോയെ സഭയുടെ കടുത്ത വക്താവായാണ് കണക്കാക്കുന്നത്. സഭാ യാഥാസ്ഥിതികർക്ക് വളരെ ഇഷ്ടപ്പെട്ട കർദിനാളാണ് ഗിനിയക്കാരനായ റോബർട്ട് സാറ. സിദ്ധാന്തങ്ങളോടും പരമ്പരാഗത ആരാധനക്രമത്തോടുമുള്ള ഉറച്ച നിലപാടിന് പേരുകേട്ട വ്യക്തി. മാർപ്പാപ്പയുടെ പ്രിയങ്കരനായി കണക്കാക്കപ്പെട്ടിട്ടില്ലെങ്കിലും യാഥാസ്ഥിതിക കർദിനാൾമാരിൽ നിന്ന് അദ്ദേഹത്തിന് ശക്തമായി പിന്തുണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പീറ്റർ കോഗ്വോ അപ്പയ്യ ടർക്സൺ, പീറ്റർ എർഡോ, ആഞ്ചലോ സ്കോള, റെയിൽഫാഡ് മാക്സ്, മാർക്ക് ഔലെറ്റ്, റോബർട്ട് പ്രൊവോസ്റ്റ്, പിയർ ബാറ്റിസ്റ്റ പിസ്ബെല്ല, മാത്യു സുപ്പി, ജീൻ മാർക്ക് അവേലിൻ, ചാൾസ് മൗംബോ, മൈക്കിൾ സെർണി എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. 5 ഭൂഖണ്ഡങ്ങളിലായി 71 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കോളേജ് ഓഫ് കാർഡിനൽസിലെ കാർഡിനൽ ഇലക്ടർമാർ. ഇതിൽ 80% കർദിനാൾമാരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ നിയമിച്ചതിനാൽ അവരിൽ ഭൂരിഭാഗവും ആദ്യമായാണ് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. 267ാമത് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനായി വത്തിക്കാൻ സിറ്റിയിൽ കർദിനാൾമാരെ വീണ്ടും ഒത്തുകൂടും. 80 വയസ്സിന് താഴെയുള്ള ഏതൊരു കർദിനാളിന്റെയും ഉത്തരവാദിത്തമാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുക എന്നത്. എല്ലാ കർദിനാൾമാരുടെയും ഒത്തുചേരലായ ഒരു കോൺക്ലേവിൽ തീരുമാനമെടുക്കും. 80 വയസ്സിന് താഴെയുള്ള 133 കർദിനാൾമാർ ഇതിൽ പങ്കെടുക്കും. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ വെളുത്ത പുക ഉയർന്നതിലൂടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.